ജാലൂത്ത് താലൂത്ത് എന്നുള്ളതിന്റെ ഒരു സൂചന കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നൽകി. ആരാണ് താലൂത്ത് എന്നും ആരാണ് ജാലൂത്ത് എന്നും. ഇനി അതിന്റെ വിശദീകരണങ്ങൾ കുറെ വരാനുണ്ട്. എന്താണ് ഒരു കുടി കുടിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നിച്ചു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ആ പുഴയിൽ നിന്ന് അതൊക്കെ ഇനി വിശദീകരിക്കേണ്ടതുണ്ട്. അവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. ഇന്നീ മുബുത്തലീക്കും ബിനഹരിൻ, ഒരു നദിയെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ആ നദിയിൽ നിന്ന് ഒരു കുടി കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ തോനെ നിങ്ങൾ കുടിക്കരുത്. കുടിച്ചാൽ അത് പ്രശ്നമാണ്. ഒന്ന് രുചിച്ചു നോക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ആ പറഞ്ഞതെന്നും. അത് ഞാൻ വിശദീകരിച്ചിട്ടില്ല. ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ അത് വിശദീകരിക്കും. എന്താണ് കുറച്ച് ഒരു മനിർത്തറഫ ഉറുഫത്തൻ, ഒരു കുടി കുടിച്ചാൽ ഫലാദമ്പലേഹി, അവന് കുറ്റമൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ ഒന്നിച്ച് അത് ആ പുഴയിൽ നിന്ന് നിങ്ങൾ കുടിക്കരുത്, കുടിച്ചാൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ. പക്ഷെ ഇപ്പൊ ഇവര് വിശദീകരിക്കണം എന്താണ്? താലൂത്തും സൈന്യവും യുദ്ധത്തിന് പോകും. അപ്പൊ ഒരു പുഴ കടക്കാനുണ്ട്. ആ പുഴ കടക്കുമ്പോ അതിന് ഒരു തുള്ളി വെള്ളം കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പുഴയിൽ നിന്ന് ഒന്നിച്ച് കുടിക്കരുത് എന്നാണ് ഇപ്പോഴത്തെ പാരമ്പര്യ വ്യാഖ്യാനം. ഇപ്പോഴത്തെ പാരമ്പര്യ വ്യാഖ്യാനം അതാണ്. താലൂത്ത് സൈന്യവുമായി യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോ അവരോട് പറയാണ്, ഒരു പുഴയിൽ കൂടി പോകുമ്പോ നിങ്ങളെ അള്ളാഹു ഒന്ന് പരീക്ഷിക്കും. നിങ്ങൾ വെള്ളം കുടിക്കണുണ്ടോ കുടിക്കണില്ലേ, നിങ്ങൾക്ക് ക്ഷമ ക്ഷമല്ലേ എന്ന് അള്ളാഹു ഒന്ന് പരീക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് ആ പുഴ കടക്കുമ്പോ ഒരു തുള്ളി വേണമെങ്കിൽ കൈകൊണ്ട് കോരി കുടിച്ചോളി. ഒരുപാട് വെള്ളമൊന്നും കുടിച്ചിട്ട് പിന്നെ നിങ്ങളെ നോക്കരുത്, കാരണം നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. അതാണ് ഇന്നത്തെ വ്യാഖ്യാനം. അപ്പൊ അതൊക്കെ ഇതിന്റെ ശരിയായ ആശയതലത്തിലുള്ള അതിന്റെ വിശദീകരണമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് കൂടുതൽ കാര്യങ്ങൾ സൂചനകളിൽ നിന്ന് പിന്നീട് അതിന്റെ വിശദീകരണങ്ങൾ വരുന്നത്. ഇനി വേറൊന്ന് ചോദിച്ചതുണ്ടാണ്. യുഹിബ്ബു, പിന്നെ ലഖദ് റളിയല്ലാഹു അൻഹു അനിൽ മുഅ്മിനീന ഇത് യുബായിയുനക തഹത ഷജറത്ത്, മരത്തിന്റെ ചുവട്ടിൽ വെച്ച് മുഹമ്മദ് നബിയോട് ബൈഅത്ത് ചെയ്ത ആ മോമിനിങ്ങളെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് ചരിത്രപരമല്ലേ എന്നാണ്. ചരിത്രപരമല്ലെങ്കിൽ പിന്നെ അത് എങ്ങനെയത് നിങ്ങൾ വിശദീകരിക്കുകയാണ്? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ വെറുതെ നമ്മളടങ്ങാറ്. ലഖദ് റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. വേറെ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇത് യുബായിഉനക. ഹുദൈബിയ സന്ധിയാണ് ഇവർ പറയുന്നത് അല്ലെ. ഹുദൈബിയ സന്ധി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് എഴുതിയെന്നും ആ സന്ദർഭത്തിൽ ആ മോമിനിങ്ങളെ കുറിച്ച് അള്ളാഹുവിന് തൃപ്തിയാണ് എന്നും ആണ് വിശദീകരിക്കുന്നത്. ശരിക്കും ഈ ഷജറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മരമൊന്നുമല്ല. ഷജറത്തിൽ മൽഊനത്തുണ്ട്, ഷജറത്തും ത്വയ്യിബത്തുണ്ട്. ഷജറത്തും മൽഊനത്ത് ആളുകളുടെ സാന്നിധ്യം കാണുമ്പോൾ ആളുകൾക്ക് ഇതൊക്കെ മടുത്തുക്കണോ തോന്നുന്നുണ്ട്. ആളുകൾക്ക് ഇപ്പൊ ഞാൻ എന്താന്ന് പറഞ്ഞാല്, നമുക്ക് നല്ല കഥ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. യൂസുഫ് നബിയുടെയും സുലൈഖ ബീവിയുടെ കഥ രാത്രി പാതിരാക്ക് വിളിച്ച് നിങ്ങളെ കൊണ്ട് 1,00,000 75,000 ഒക്കെ വാങ്ങി വയല് പറഞ്ഞ ആളുകൾക്ക് നല്ല സുഖം. നേരെ മറിച്ച് ഖുർആനിന്റെ ആഴത്തിലുള്ള പഠനവും ചർച്ചയൊന്നും ആളുകൾക്ക് വലിയ താല്പര്യമില്ല. ഷജറത്തും ത്വയ്യിബത്തുണ്ട്, ഷജറത്തും മൽഊനത്തുണ്ട്. ഷജറത്തും മൽഊനത്ത് എന്ന് പറഞ്ഞാൽ ഇസ്സത്തിന്റെയും കിബറിന്റെയും ഷജറത്താണ്. അതാണ് ശപിക്കപ്പെട്ട മരം. ഷജറത്തും ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മരം, ഏറ്റവും നല്ല നന്മ മരം, നല്ല ഗുണങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളെയും മുഴുവൻ ഉൾക്കൊണ്ട ഒരു മരമാണത് ആ മനുഷ്യൻ. അതാണ് ഷജറത്തും ത്വയ്യിബത്ത്. അള്ളാഹുവിന്റെ അസ്മാവുകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും അവന്റെ ഗുണങ്ങളും അവന്റെ നന്മകളും അവന്റെ ഗുണവിശേഷണങ്ങളും പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറായ മനുഷ്യൻ, അതാണ് ഷജറത്തും ത്വയ്യിബത്ത്. അതാണ് ഈ ഷജറത്ത് എന്ന് പറയുന്നത്. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ തൂതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ എന്ന് പറയുന്ന ആ മരം, അതിന്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ചില്ലകൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അത് ലോകത്തിന് നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും സദാ. അതാണ് അത്രയും നല്ല നന്മ മരങ്ങള്, നല്ല മനുഷ്യര്. അതാണ് ഷജറത്ത്. അഹങ്കാരത്തിന്റെയും പകയുടെയും കിബറിന്റെയും മൂർത്തിഭാവം ഷജറത്തും മൽഊനത്ത്. അത് ലോകത്തിന് ഒരു ഗുണവും ചെയ്യില്ല, ലോകത്തിനൊരു നന്മയും അതുകൊണ്ടുണ്ടാവൂല. അതാണ് ഈ ഷജറത്ത് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഭൂമിയിൽ മുളക്കണ മരമല്ല. ഈ മരത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായ മോമിനിങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിന് തൃപ്തി. അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെടുകയാണ്.